ഏപ്രിൽ 26-ന് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് 2798 പോളിംഗ് സ്റ്റേഷനുകൾ. ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ അടക്കമുള്ള കണക്കാണിത്. ഏപ്രിൽ 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് 2798 പോളിംഗ് സ്റ്റേഷനുകൾ. ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ അടക്കമുള്ള കണക്കാണിത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1575 വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക. ഇതിൽ കൂടുതൽ പേരുള്ളിടത്താണ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുക. മറ്റെന്തെങ്കിലും ലിസ്റ്റുകൾ പൂരിപ്പിക്കേണ്ടി വരില്ല. പക്ഷേ ആ ഫോം ചെയ്തിട്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ ചെറിയ എംവലപ്പിൽ ഇട്ടിട്ട് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോ എംവലപ്പ് നമ്പർ 9, വലിയ എംവലപ്പ് 4. ഇനി ഡിക്ലറേഷൻ ബൈ ഇലക്ഷൻ അണ്ടർ റൂൾ 49MA 2775 പോളിംഗ് സ്റ്റേഷനുകളും 23 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളുമാണ് ജില്ലയിൽ ആകെ ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 80 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട 5 പോളിംഗ് സ്റ്റേഷനുകളിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത്. വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വെയിലേറ്റ് വരുന്ന വോട്ടർമാർക്ക് തണലും കുടിവെള്ള സൗകര്യമുണ്ടാകും. എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും. 4-ൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. അംഗപരിമിതർക്ക് വീൽചെയർ, റാമ്പ് എന്നിവയും പ്രത്യേക വാഹനങ്ങളും ലഭ്യമാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകളും ഉണ്ടാകും. പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്കായുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകളും സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.